ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ക്യാരറ്റും ഈ ഒരു ബീട്രൂട്ടും ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല എന്താ പറയുക റെഡിഷ് വൈറ്റ് മുഖം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്കിന്ന് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ ബീട്രൂട്ടും എടുത്താൽ മതി. ഇത് രണ്ടും തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലുള്ള ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുത്താലും മതി. ഇങ്ങനെ ചെറുകിയെടുക്കാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതൊന്ന് മുഖത്തിട്ടിട്ടൊന്ന് കഴുകിയിട്ട് റിസൾട്ട് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നല്ല ഗ്ലോ വരുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മുഖത്ത് വലിയ വില കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഒരു ക്രീമോ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിറവും മുഖത്തിൻ്റെ തിളക്കവും സൗന്ദര്യവും എല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഇതേപോലെ ഒന്ന് ചെറുകിയെടുക്കുക. എന്നിട്ട് ചെറുകിയത് രണ്ടും മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിതെന്താ ക്യാരറ്റ് എടുക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റോസ് വാട്ടറിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഇന്ന കണക്ക് എന്നൊന്നുമില്ല, മൊത്തം അതൊന്ന് മിക്സായി കിട്ടണം. അതായത് അരിപ്പൊടിയും നമ്മുടെ ബീട്രൂട്ടും കൂടിയിട്ട് ഒന്ന് മിക്സായി കിട്ടണം. അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഫേസിലേക്ക് ഇതൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നേരത്തെ എന്തിനാണ് ക്യാരറ്റ് എടുത്തതെന്നുള്ളത്. ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ഇങ്ങനെയാണ് ഇതെടുക്കേണ്ടത്. അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ബീട്രൂട്ട് മുഖത്തിട്ടാൽ പിടിക്കൂല എന്ന് പറഞ്ഞേക്കാം. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ക്യാരറ്റ് ഒരു ഓപ്ഷനായിട്ട് പറഞ്ഞത്. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പൊടിയും റോസ് വാട്ടറും ഇട്ടിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനത് ക്യാരറ്റ് ഫസ്റ്റ് ഒന്ന് കാണിച്ചത്. ഞാനിവിടെ ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഫേസിന് ബീട്രൂട്ട് ചേരും. അപ്പോൾ ബീട്രൂട്ടും റോസ് വാട്ടറും അരിപ്പൊടിയും ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ടും ചെയ്യാം. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊരു പാക്ക് തയ്യാറാക്കിയിട്ട് മുഖത്തേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. മസാജിങ് നിർബന്ധമാണ്. അതിനുശേഷം നിങ്ങൾ ഇതൊരു 20 മിനിറ്റ് ഫേസിലേക്ക് വെക്കുക. 20 മിനിറ്റിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളയാം. നിങ്ങളെ ഫേസ് ഒന്ന് നോക്കുക. ആ ഒരു സമയത്ത് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ആ ഒരു ഗ്ലോ 24 അവേഴ്സ് മാത്രമേ നിലനിൽക്കൂ. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ചെയ്യാം. ഇതൊരു ഫേസ് പാക്ക് എന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല, സ്ക്രബ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ബീട്രൂട്ട് പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ ക്യാരറ്റ് എടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നല്ല സ്കിന്ന് സോഫ്റ്റ് ആവാനും നല്ലൊരു തിളക്കം വരാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഞാൻ എപ്പോഴും ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.